എല്ലാവർക്കും നമസ്കാരം. E&C എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ച റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. നമ്മൾ എന്തുമാത്രം അതിന്റെ സമ്മറി ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ പഠിച്ച മെയിൻ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ് എന്താണെന്ന് സ്ട്രാറ്റജി എന്താണെന്നും സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ് നമ്മൾ പഠിച്ചു. ദെൻ SWOT അനാലിസിസ്, BCG മെട്രിക്സ്, പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ, മെക്കിൻസി 7S ഫ്രെയിംവർക്ക്, സിക്സ് സിഗ്മ അനാലിസിസ്, കോർ കോമ്പീറ്റൻസി, റീറ്റെയിൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, KPO അല്ലെങ്കിൽ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിംഗ്, ജസ്റ്റ് ഇൻ ടൈം, ലീൻ പ്രൊഡക്ഷൻ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ഇവയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചത്. നമുക്ക് ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കറക്റ്റ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൻ ബ്രാക്കറ്റ്സ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. സ്റ്റാർസ് എന്ന് കേൾക്കുമ്പോഴും ഓർമ്മിക്കുക ഇത് എവിടെ വരുന്നതാണെന്ന്. സ്റ്റാർസ് റെപ്രസെന്റ് ബിസിനസ് യൂണിറ്റ്സ് ഹാവിംഗ് ലാർജ് മാർക്കറ്റ് ഷെയർ ഇൻ എ ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഈസ് റിലേറ്റഡ് ടു. മാർക്കറ്റ് ഷെയർ വലുതാണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റ് വലുതായിട്ടുള്ള സ്റ്റാർസ് എന്ന റെപ്രസെന്റ് ചെയ്യുന്ന ബിസിനസ് യൂണിറ്റിനെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ് സ്റ്റാർസ് ഒക്കെ വരുന്നത്. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ നമുക്കറിയാം, BCG മെട്രിക്സ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസന്റ് കം അണ്ടർ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. നമുക്കറിയാം പോർട്ടർ 5 ഫോഴ്സ് മോഡലിൽ 5 എണ്ണം ഉണ്ട്. ഒന്നാമത്തേത് പവർ ഓഫ് ബാർഗൈനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ്, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ദെൻ ത്രെഡ്സ് ഫ്രം സബോർഡിനേറ്റ് പ്രോഡക്ട്സ്. ഇതില് എന്താണ് നമുക്ക് 5 ഫോഴ്സ് മോഡലിൽ ഇല്ലാത്തത്? അതിലില്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ പവർ ഓഫ് ഗവൺമെന്റ്. നമ്മുടെ 5 ഫോഴ്സസ് മോഡലിൽ നമുക്ക് പവർ ഓഫ് ഗവൺമെന്റ് ഇല്ല. ഓക്കെ. അപ്പൊ ആൻസർ എന്ത് തന്നെയാണ്? പവർ ഓഫ് ഗവൺമെന്റ് ആണ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡലിൽ വരാത്തത്. Then fifth question, a set of techniques for process. നമ്മൾ പ്രോസസ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഒരു ടെക്നിക് ഉണ്ടായിരുന്നു. എ സെറ്റ് ഓഫ് ടെക്നിക്സ് ഫോർ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഈസ് കോൾഡ് സിക്സ് സിഗ്മ അനാലിസിസ് ആണോ, KPO ആണോ, ജസ്റ്റ് ഇൻ ടൈം ആണോ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് പ്രോസസ് ഇംപ്രൂവ്മെന്റിനെ സൂചിക്കുന്നത്? എങ്ങനെ നമുക്ക് പ്രോസസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും? അവിടെ നമ്മൾ രണ്ടു തരം ടെക്നിക്സ് പഠിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രോസസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് ന്യൂ പ്രോഡക്ട്സിൻ്റെതാകാം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന്റെ പ്രോസസ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ രണ്ട് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതുമായി ഈ ടെക്നിക്സ് എ സെറ്റ് ഓഫ് ടെക്നിക്സ് ഫോർ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഈസ് കോൾഡ്. ആൻസർ ഏതാണ്? സിക്സ് സിഗ്മ അനാലിസിസ്. ഓക്കെ. ആൻസർ കറക്റ്റ് ആൻസർ സിക്സ് സിഗ്മ അനാലിസിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും രണ്ടു തരം ടെക്നോളജീസിനെ കുറിച്ച്. അത് നിങ്ങൾക്ക് ഓർമ്മിക്കുക ആ ടെക്നോളജി. Then നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രോസസ് ബിഗിൻസ് വിത്ത് റോ മെറ്റീരിയൽ അക്യൂമുലേഷൻ. റോ മെറ്റീരിയൽ നമ്മൾ ഒരുമിച്ച് എടുക്കുന്നത് തുടങ്ങി ഈ പ്രോസസ് ആരംഭിക്കുകയാണ്. അക്യൂമുലേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് മുതൽ ടു ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. നമ്മുടെ റോ മെറ്റീരിയൽ അക്യൂമുലേറ്റ് ചെയ്തതിനു ശേഷം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ ഉൽപ്പന്നം റൈറ്റ് ടൈമിൽ കസ്റ്റമേഴ്സിന് അടുത്തെത്തിക്കുന്നു. അത് ഏതുമായി റിലേറ്റഡ് ആണ്? കറക്റ്റ് ആൻസർ പറഞ്ഞത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഓക്കെ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമുക്ക് സംശയം വരും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വെച്ചാൽ നമ്മുടെ സപ്ലൈയുടെ കയ്യിൽ നിന്ന് ശരിയായ റോ മെറ്റീരിയൽസ് എവിടെ എത്തിക്കുന്നു? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്തിക്കുന്നു. അപ്പൊ അവിടെ മുതലേ തുടങ്ങുന്നുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് അപ്പോഴല്ല. ലോജിസ്റ്റിക് മാനേജ്മെന്റ് നമ്മൾ റോ മെറ്റീരിയൽ അക്യൂമുലേഷന് ശേഷം തുടങ്ങുന്നതാണ്. പിന്നെ നമ്മൾ ഡെലിവറിയിലോട്ട് പോകുന്നത്. ഡെലിവറി മീൻസ് റൈറ്റ് ടൈമിൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കുന്നതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. അടുത്ത നമുക്ക് നോക്കുന്നത് വാട്ട് ആർ ദ SWOT അനാലിസിസ് ആൻഡ് ഫിഫ്ത്ത് പ്രോസസ് വരുന്നത് എ പ്രോസസ് വിച്ച് ഹെൽപ്സ് ദ കസ്റ്റമേഴ്സ് ടു പ്രൊക്യൂർ ദ ഡിസൈർഡ് മെർക്കൻഡൈസ് ഫ്രം റീറ്റെയിൽ സ്റ്റോർ ഫോർ ദെയർ പേഴ്സണൽ യൂസ്. ശരിയായ ഉൽപ്പന്നം അവർക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശരിയായ ഉൽപ്പന്നം അവർ ആഗ്രഹിക്കുന്ന ഡിസൈഡ് മെർക്കൻഡൈസ് മീൻസ് ഗുഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവരെ സഹായിക്കുന്ന പ്രോസസ് ഏതാണ്? നമുക്കറിയാതെ ഏതാണെന്ന്. കൃത്യമായിട്ട് കസ്റ്റമേഴ്സ് കടയിൽ വന്നാൽ അവർക്ക് ഹാപ്പി ഷോപ്പിംഗ് ആയിരിക്കണം, പ്ലഷർ ഷോപ്പിംഗ് ആയിരിക്കണം നടത്തേണ്ടത്. അതിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് റീറ്റെയിൽ മാനേജ്മെന്റ്. ഓക്കെ. The retail management helps the customers to procure the desired merchandise from the retail stores for their personal use.
Then next question, who identified and analyzed the 5 competitive forces that shape every industry? എല്ലാ വ്യവസായത്തിനെയും ഒരു രൂപം നൽകുന്ന കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ കുറിച്ച് കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്തതും അനലൈസ് ചെയ്തതും ആരാണ്? നമുക്ക് അറിയാം 5 ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചപ്പോഴേ നമ്മൾ ആ വാക്ക് പഠിച്ചു. പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ എന്നാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. സോ നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും ആരായിരിക്കും ഈ 5 ഫോഴ്സസ് മോഡൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്തത് അനലൈസ് ചെയ്തതും? കറക്റ്റ് ആൻസർ മൈക്കിൾ ഇ പോർട്ടർ. ഓക്കെ, ആൻസർ ഓർമ്മിച്ചിരിക്കുള്ളൂ. മൈക്കിൾ ഇ പോർട്ടർ ആണ് ഇത് 5 കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്തതും മനസ്സിലാക്കിയതും. Then ഏഴാമത്തേത്, dash is a set of decisions and actions which leads to the development of an effective strategy or strategies to achieve organizational objectives. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനെ ഡെവലപ്മെന്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡിസിഷൻസിനെ പറഞ്ഞ പേരാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. കറക്റ്റ് ആൻസർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, കുറെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ആ സെറ്റ് ഓഫ് ഡിസിഷൻസിന് ആക്ഷൻസിനെ പറഞ്ഞ പേര് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. Then next എട്ടാമത്തെ question, dash represent business units having low market share and located in high growth industry. Okay, market share relatively market share low ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും ഗ്രോത്ത് റേറ്റ് ഹൈ ആയിരിക്കും. നമുക്കറിയാം SWOT അനാലിസിസ് നമ്മൾ BCG മെട്രിക്സ് പഠിച്ചപ്പോഴേക്കും പഠിച്ചിരുന്നു എന്താണ്, മാർക്കറ്റ് ഷെയർ ലോ ആയിരിക്കും പക്ഷെ മാർക്കറ്റ് ഗ്രോത്ത് ഹൈ ആയിരിക്കും. കറക്റ്റ് ആൻസർ ഏതാണ്? സ്റ്റാർ ആണോ, ക്യാഷ് കൗ ആണോ, ക്വസ്റ്റ്യൻ മാർക്ക് ആണോ, ഡോഗ്സ് ആണോ? നമുക്ക് ഈ ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലാവും മാർക്കറ്റ് ഷെയർ ലോ ആണ്. ഓക്കെ, മാർക്കറ്റ് ഷെയർ ലോയും ദെൻ മാർക്കറ്റ് ഗ്രോത്ത് ഹൈയും ഹൈ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റ്സ് എല്ലാം വരുന്നത് ഏതാണ്? മാർക്കറ്റ് ഷെയർ ലോ ദെൻ മാർക്കറ്റ് ഗ്രോത്ത് ഹൈ ആയിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്. കറക്റ്റ് ആൻസർ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ദെൻ നമുക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ്. ചിലപ്പോൾ ഇവിടെ ചോദിക്കും SWOT അനാലിസിസ് എന്താണ്, ദെൻ BCG മെട്രിക്സിന്റെ പടം വരച്ച് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുക. SWOT അനാലിസിസ് നമുക്കറിയാം 4 എണ്ണം, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, ഇവയെല്ലാം വരുന്നതാണ് SWOT അനാലിസിസ്. ദെൻ BCG മെട്രിക്സ് ഈ പടം നിങ്ങളുടെ ഇതെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും. വലിയൊരു ചാപ്റ്റർ ആണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ്. സോ നിങ്ങൾക്ക് അത് ഈസി ആവും. ഈ ഡയഗ്രാം എല്ലാം കൃത്യമായിട്ട് വരച്ചെടുക്കുക. അപ്പൊ BCG മെട്രിക്സിന്റെ ഡയഗ്രത്തിന് ഇവിടെ തന്നിട്ടുണ്ട് കൃത്യമായിട്ട് സ്റ്റാർസ്, ക്വസ്റ്റ്യൻ മാർക്സ്, ക്യാഷ് കൗസ് ആൻഡ് ഡോഗ്സ്. ഇതെല്ലാം കൂടെ 4 രീതിയിൽ 4 തരം യൂണിറ്റ് ബിസിനസ് യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റാർസ്, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാഷ് കൗ, ഡോഗ്സ്. BCG മെട്രിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ SWOT അനാലിസിസിന്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്. അതിൽ സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും പോസിറ്റീവ് ഘടകങ്ങളാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളാണ് സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും. ദെൻ SWOT അനാലിസിസ് റെപ്രസെന്റ് ചെയ്യുന്ന വീക്ക്നെസ്സും ത്രെഡ്സും നെഗറ്റീവ് ഘടകങ്ങളാണ്. ദെൻ 2 എണ്ണം ഇന്റേണൽ ഉണ്ട്. ഇന്റേണൽ ഘടകങ്ങൾ 2 എണ്ണം ഉണ്ട്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ബിസിനസ് സ്ഥാപനത്തിനകത്തുണ്ടാകുന്ന ഘടകങ്ങളാണ്. ദെൻ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എക്സ്റ്റേണൽ ഘടകങ്ങളാണ്. അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ വരച്ച് പഠിക്കുക. ഡയഗ്രാം ചോദിക്കും, ദെൻ എക്സ്പ്ലനേഷൻ എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, SWOT അനാലിസിസ് എന്താണ്, BCG മെട്രിക്സ് എന്താണെന്നുള്ള കാര്യം. Then next നമുക്ക് നോക്കാം fill in the blanks. Fill in the blanks. First question, dash is a technique for looking at your position. നമ്മുടെ പൊസിഷൻ, നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ്? Okay, looking at your position in your sector or field or market. In your sector or field or market is known as ഏതാണ്? സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പ്. എന്താണ് കറക്റ്റ് ആൻസർ? നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മളിപ്പോ എവിടെയാണെന്ന് അറിയുക. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പൊസിഷൻ ഇപ്പൊ എവിടെയാണ്, നമ്മുടെ റാങ്കിങ് എവിടെയാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത് എവിടെയാണ്. ഓക്കെ, നമ്മുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് എ ടെക്നിക് ഫോർ ലുക്കിംഗ് അറ്റ് യുവർ പൊസിഷൻ ഇൻ യുവർ സെക്ടർ ഓർ ഫീൽഡ് ഓർ മാർക്കറ്റ്. വിപണിയിലായിക്കോട്ടെ, ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, നമ്മുടെ ഫീൽഡിൽ നമ്മുടെ പൊസിഷൻ ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്.
Dash is a four-celled matrix. 4 അറകളുള്ള മെട്രിക്സ്. ആ four-celled matrix എന്ന് കേൾക്കുമ്പോഴേ ആൻസർ ഓർമ്മ വരണം. എന്താണ് ആൻസർ? BCG മെട്രിക്സ്. ഇപ്പൊ BCG മെട്രിക്സ് is a four-celled matrix developed for corporate portfolio analysis. ബിസിനസ് സ്ഥാപനങ്ങളുടെ പോർട്ട്ഫോളിയോ, വലിയ വലിയ വമ്പൻ സ്ഥാപനങ്ങളുടെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പോർട്ട്ഫോളിയോ അനാലിസിസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റാർസ് ആയിരിക്കും, ചില ബിസിനസ് സ്ഥാപനങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും, ചിലത് ക്യാഷ് കൗസ് ആയിരിക്കും, ചിലത് ഡോഗ്സ് ആയിരിക്കും. അവ എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതിനാണ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് മാർക്കറ്റ് ഷെയർ കൂടുതൽ എന്നൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് BCG മെട്രിക്സ്. ഓക്കെ. Then മൂന്നാമത്തെ fill in the blanks നമുക്ക് നോക്കാം. Dash is an inventory strategy. Inventory strategy ഓർമ്മിക്കുക. നമ്മുടെ raw material, work in progress, finished goods മേൽ വരുന്നതാണ് inventory strategy. Followed by companies to increase efficiency. Efficiency വർദ്ധിപ്പിക്കാനും and decrease waste by receiving goods only as they needed in the production process. നമുക്ക് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട്, കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി. അതിനാവശ്യമായി വരുന്ന ഇൻവെന്ററീസ് എത്രയാണ്, അതിനുവേണ്ടി പ്രയോഗിക്കുന്ന ഇൻവെന്ററി സ്ട്രാറ്റജിനെ പറഞ്ഞ പേരാണ് ജസ്റ്റ് ഇൻ ടൈം. ആവശ്യത്തിന് മാത്രം ഉൽപ്പാദിപ്പിച്ചിടുക, വെറുതെ എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച് ഡാമേജ് ഉണ്ടാക്കുകയോ ദെൻ വേസ്റ്റേജ് ഉണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. ഓക്കെ. ഇത് അങ്ങനെയല്ല, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട്, ഓർഡർ അനുസരിച്ചുകൊണ്ട്, ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് മാത്രം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇൻവെന്ററി കരുതുന്നതിനെ പറഞ്ഞ പേരാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. Then നാലാമത്തെ ക്വസ്റ്റ്യൻ, the goal of dash is to drive all waste to zero. അവിടെ ഒരു വേസ്റ്റും വരാൻ പാടില്ല, പാഴാക്കലുകളൊന്നും വരരുത്. അത് സീറോ ആയിരിക്കണം, വേസ്റ്റേജ് സീറോ ആയിരിക്കണം, സീറോ ആക്സിഡൻസ് ആയിരിക്കണം, സീറോ ഡിഫക്ട്സ് ആയിരിക്കണം, സീറോ ബ്രേക്ക് ഡൗൺസ് ആയിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. എന്താണ്? സീറോ വേസ്റ്റ്, സീറോ ആക്സിഡൻസ്, സീറോ ഡിഫക്ട്സ്, സീറോ ബ്രേക്ക് ഡൗൺസ് വരണം. അതാണ് ഏതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? TPM അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തിലെത്തിച്ചേരുക? സീറോ വേസ്റ്റ്, സീറോ ആക്സിഡൻസ്, സീറോ ഡിഫക്ട്സ് ആൻഡ് സീറോ ബ്രേക്ക് ഡൗൺസ്. ബിസിനസ് സ്ഥാപനത്തിൽ ഒരു തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള ബ്രേക്ക് ഡൗൺസ് വരരുതില്ല, ആക്സിഡൻസ് ഒന്നും വരരുത്. അത് വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് TPM അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Dash is a plan developed by a firm to achieve sustained competitive advantage and successfully compete in the market. ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനും ദെൻ ബിസിനസ് സ്ഥാപനത്തിന് വിപണിയിൽ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കാനും മത്സരം നേരിടാനും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാൻ, അവർ പറയുന്ന പേരാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ. സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ ഡെവലപ്ഡ് ബൈ എ ഫേം ടു അച്ചീവ് സസ്റ്റൈൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് സക്സസ്ഫുള്ളി കോമ്പീറ്റ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ. ശരിയായ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം, ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടാൻ തയ്യാറാക്കുന്ന പ്ലാനിനെ പറഞ്ഞ പേരാണ് സ്ട്രാറ്റജി. നിങ്ങൾ അതെല്ലാം എഴുതിയെടുക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാം എഴുതിയെടുക്കുക. നമുക്ക് നമ്മുടെ നോട്ട്സിന് ആവശ്യമുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. Dash is the main strength or strategic advantage of a business, including the combination of pooled knowledge and technical capabilities. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മെയിൻ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക. കീ എലമെന്റ് ഏതാണെന്ന്, എസെൻസ് ഓഫ് ബിസിനസ് ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് ചിലപ്പോൾ നോളജ് ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് ആകാം, അതല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് ആയിരിക്കാം, സ്കിൽഡ് ലേബർ ആയിരിക്കാം. ഇതെല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ മെയിൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഓഫ് ബിസിനസിനെ പറയുന്ന പേരാണ് കോർ കോമ്പീറ്റൻസി. അത് നമ്മുടെ 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 എതിരാളികൾക്കൊന്നും തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കാത്തടത്തുള്ള ഒരു കഴിവായിരിക്കണം, ഒരു സ്ട്രെങ്ത് പോയിന്റ് ആയിരിക്കണം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ആ മെയിൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഓഫ് എ ബിസിനസിനെ പറഞ്ഞ പേരാണ് കോർ കോമ്പീറ്റൻസി. Then next question, Dash is a set of techniques and tools for process improvement introduced by Bill Smith. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ബിൽ സ്മിത്ത് ഓഫ് മോട്ടറോള കമ്പനി.
അപ്പൊ എന്താണ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്? നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് പ്രോസസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക് ആണ് സിക്സ് സിഗ്മ അനാലിസിസ്. ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻ വരാം. സിക്സ് സിഗ്മ അനാലിസിസ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണ്? മോട്ടറോള കമ്പനി. മോട്ടറോള കമ്പനിക്ക് വേണ്ടി ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബിൽ സ്മിത്ത്. ഓക്കെ, അപ്പോ പ്രോസസ് ഇംപ്രൂവ്മെന്റ്, സിക്സ് സിഗ്മ അനാലിസിസ്, ബിൽ സ്മിത്ത്, മോട്ടറോള കമ്പനി, ഈ 4 വേർഡ് നമുക്ക് ഇതിന് പഠിക്കാവുന്നതാണ്. അപ്പം അല്ലെങ്കിൽ ചോദിക്കും സിക്സ് സിഗ്മ അനാലിസിസ് ടെക്നിക് ഫോർ ഡാഷ് ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ടെക്നിക് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഡാഷ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബിൽ സ്മിത്ത്. ഏത് കമ്പനിക്ക് വേണ്ടി? മോട്ടറോള കമ്പനിക്ക് വേണ്ടിയിട്ട്. Then എട്ടാമത്തെ question, dash is the technology, dash is the methodology used to improve an existing process. ഓർമ്മിക്കുക, എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്സിന്റെ ഇപ്പോഴത്തെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പ്രോസസ് ഇംപ്രൂവ്മെന്റ്, സിക്സ് സിഗ്മ അനാലിസിസ്, അവിടെ 2 തരം ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി, ഒന്നാമത്തത് ന്യൂ പ്രോസസ്സിന് വേണ്ടി. എക്സിസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് DMAIC. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. എക്സിസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി DMAIC. DMAIC means define, measure, analyze, improve and control. The next one, dash is a form of outsourcing in which knowledge and information related work carried out by workers in a different company. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ എന്താണ് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളെല്ലാം തന്നെ പുറം കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, നോളജ് ബേസ്ഡ് ആൻഡ് ഇൻഫോർമേഷൻ റിലേറ്റഡ് വർക്ക് എല്ലാം നമ്മൾ പുറം കരാറ് അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് KPO അല്ലെങ്കിൽ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നോളജ് ബേസ്ഡ്, ഇൻഫോർമേഷൻ ബേസ്ഡ് വർക്ക് എല്ലാം ഓക്കെ, നമ്മുടെ IT മേഖലയൊക്കെ നമുക്കറിയാതെ നോളജ് ബേസ്ഡ്, ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളെല്ലാം നമ്മൾ പുറം കരാറുകാരെ കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. Then next question, dash is an integrated set of activities designed to achieve high volume production using minimal inventories. കുറഞ്ഞ ഇൻവെന്ററീസ് ഉപയോഗിച്ചുകൊണ്ട്, കുറഞ്ഞ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ പറഞ്ഞ പേരാണ് ലീൻ പ്രൊഡക്ഷൻ. ഓർമ്മിക്കുക, മിനിമം ഇൻവെന്ററി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക. ഓക്കെ, ആ ടെക്നിക്ക് അല്ലെങ്കിൽ അത് നേടാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ പറഞ്ഞ പേരാണ് ലീൻ പ്രൊഡക്ഷൻ. ലീൻ പ്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് കട്ടിംഗ് ഓഫ് ഫാറ്റ് നമ്മൾ പഠിച്ചപ്പോഴേക്കും ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ലീൻ പ്രൊഡക്ഷനെ കുറിച്ച്. അപ്പൊ ലീൻ പ്രൊഡക്ഷൻ എന്താണ്? വെറും വേസ്റ്റേജ് എല്ലാം ഒഴിവാക്കുക, അനാവശ്യ പാഴാക്കലുകളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മിനിമം ഇൻവെന്ററി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ടെക്നിക്ക് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ പറഞ്ഞ പേരാണ് ലീൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം മാച്ച് ദ ഫോളോയിങ്. സോറി, അതിനിടയ്ക്ക് നമുക്കൊരു ഫൈൻഡ് ദ ഓർഡർ ആയിട്ട് വരുന്നുണ്ട്. ഫൈൻഡ് ദ ഓർഡർ ഒന്നാമത്തെ നോക്കിയോളൂ. സ്റ്റാർസ്, കാഷ് കൗ, പ്ലാന്റ്സ്, ഡോഗ്സ്. ഇത് വരുന്നത് അത് BCG മെട്രിക്സിലുള്ള റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സ്റ്റാർസ് നമുക്കറിയാം അതിലുണ്ട്, കാഷ് കൗ അതിലുണ്ട്, ഡോഗ്സ് അതിലുണ്ട്. പകരം എന്താണ് ഇല്ലാത്തത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്കിന് പകരം വന്നതാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്നുള്ള ഇത് നമ്മുടെ BCG മെട്രിക്സിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ പ്ലാന്റ്സ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓർഡർ നമുക്ക് നോക്കാം. അടുത്തത് സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഒബീഡിയൻസ്, ത്രെഡ്സ്. ഇത് വരുന്നത് SWOT അനാലിസിസ് ആണ്. SWOT അനാലിസിസിൽ നമുക്കറിയാം സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, ഒബീഡിയൻസ് അല്ല. പകരം അവിടെ വരുന്നത് എന്താണ്? അവിടെ വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒബീഡിയൻസ് അല്ല. അത് ഓർമ്മ. അപ്പം ത്രെഡ്സ് ഉണ്ട്. ഓക്കെ, ഓർഡർ ഔട്ട് ഏതാണ്? ഒബീഡിയൻസ്. ദെൻ അടുത്തത് സ്ട്രാറ്റജി, സ്റ്റൈൽ, സ്കിൽ, സോൾസ്. ഈ SS വരും കേൾക്കുമ്പോഴേ ഓർമ്മിക്കുക SSS എവിടെ വരുന്നതാണ്? 7S ഫ്രെയിം വർക്കിൽ വരുന്നതാണ് സ്ട്രാറ്റജി, സ്റ്റൈൽ, സ്കിൽ. ഏതാണ് ഇല്ലാത്തത്? സോൾസ് നമുക്ക് അവിടെ ഇല്ല, പകരം വേറെ നമുക്ക് 4 പഠിക്കാനുണ്ട്. അപ്പൊ സ്ട്രാറ്റജി, സ്റ്റൈൽ, സ്കിൽ നമുക്ക് 7S ഫ്രെയിം വർക്കിലുണ്ട്, ഇല്ലാത്തത് സോൾസ്. അപ്പൊ കറക്റ്റ് ഓർഡിനേറ്റ് ഏതാണ്? സോൾസ്. Then supplier, government, wholesalers, retailers. ഇത് നമുക്ക് പറഞ്ഞത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ആദ്യം സപ്ലയറിൽ തുടങ്ങുന്നു, ദെൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡ്യൂസർ, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറുടെ കയ്യിലെത്തുന്നു, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ, ഫ്രം റീറ്റെയിലർ ടു കൺസ്യൂമേഴ്സ്. അതിനിടയ്ക്ക് ഇല്ലാത്തത് ഏതാണ്? ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഇല്ലാത്ത ഒരു കണ്ണിയാണ് ഗവൺമെന്റ്. അപ്പൊ കറക്റ്റ് ആൻസർ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാച്ച് ദ ഫോളോയിങ്.
മാച്ച് ദ ഫോളോയിങ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. BCG മെട്രിക്സ്, then 5 forces മോഡൽ, കോർ കോമ്പീറ്റൻസി, സിക്സ് സിഗ്മ അനാലിസിസ്, then TQM. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കുക. BCG മെട്രിക്സിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? then 5 forces മോഡൽ, കോർ കോമ്പീറ്റൻസി ഏതാണ്, സിക്സ് സിഗ്മ, TQM ഏതാണ് നമുക്ക് നോക്കാം. ആൻസർ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ. BCG മെട്രിക്സ് നമുക്കറിയാം. BCG മെട്രിക്സ് തയ്യാറാക്കുന്നത് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗ്രോത്ത് റേറ്റും then ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മാർക്കറ്റ് ഷെയറും ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഗ്രോത്ത് റേറ്റും മാർക്കറ്റ് ഷെയറും ഉപയോഗിച്ചാണ് നമ്മൾ BCG മെട്രിക്സ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ BCG മെട്രിക്സ് എങ്ങോട്ട് പോകുന്നു? ഗ്രോത്ത് റേറ്റോട്ട് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് 5 forces മോഡൽ. നമുക്ക് ആ 5 forces മോഡലിന്റെ പേര് തന്നെ പോർട്ടേഴ്സ് 5 forces മോഡൽ ആണ്. സോ 5 forces മോഡലിന്റെ കറക്റ്റ് ആൻസർ മൈക്കിൾ ഇ പോർട്ടർ. then കോർ കോമ്പീറ്റൻസി. കോർ കോമ്പീറ്റൻസി വരുന്നത് തയ്യാറാക്കിയത് ആരാണ്? കോർ കോമ്പീറ്റൻസി എന്നുള്ള ആ ഒരു മെയിൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചത് CK പ്രഹ്ലാദ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹമാണ് കോർ കോമ്പീറ്റൻസി ഐഡന്റിഫൈ ചെയ്തത്. അടുത്ത നമുക്കറിയാം സിക്സ് സിഗ്മ അനാലിസിസ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. സിക്സ് സിഗ്മ അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബിൽ സ്മിത്ത്. ഏത് കമ്പനിക്ക് വേണ്ടി? മോട്ടറോളോ കമ്പനിക്ക് വേണ്ടി. then next one PDCA. നമുക്കറിയാം അതെന്താണെന്ന്. TQM ന്റെ 4 ഫേസ് ആണ്, 4 സർക്കിൾ ആണ്, 4 ഘട്ടമായിട്ട് ചെയ്യുന്നതാണ് PDCA. ഓക്കെ, നമ്മൾ TQM എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പഠിച്ചിരുന്നു. PDCA എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് അതിലോട്ട് നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടേക്കുക കേട്ടോ. PDCA ഇപ്പൊ നമുക്ക് ഒത്തിരി ലെങ്ത് സമയം എടുക്കാൻ വയ്യ. PDCA സൈക്കിളെ കുറിച്ച് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. then next one നമുക്ക് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് എഴുതിയെടുക്കുക. then next question നമുക്ക് വരുന്നത് എക്സ്പാൻഡ് ദ ഫോളോയിങ്. നമുക്കിതിന് കുറെ ഷോർട്ട് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, KPO അറിയാം, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. TPM ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്. ഈ കഴിഞ്ഞ സെക്കൻഡ് ഇയേഴ്സിനും ചോദിച്ചിരുന്ന ഒരു വാക്കാണ് TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. then SCM സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. JIT ജസ്റ്റ് ഇൻ ടൈം. SWOT അനാലിസിസ് അറിയാം, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. then BCG മെട്രിക്സ്, BCG യുടെ ഷോർട്ട് ഫോം ആണ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ്. 7S അറിയാലോ. യെസ്, സ്ട്രക്ചർ, സ്ട്രാറ്റജി, സിസ്റ്റം, സ്കിൽസ്, സ്റ്റൈൽ, സ്റ്റാഫ്, ഷെയർഡ് വാല്യൂസ്. ഇത് 7 എസും ചേർന്നതാണ് 7S ഫ്രെയിംവർക്ക് വരുന്നത്. then നമ്മൾ ഇത് രണ്ടും നമുക്കറിയാം, നമ്മൾ സിക്സ് സിഗ്മ അനാലിസിസ് പഠിച്ചതാണ്. DMAIC ആൻഡ് DMDV. DMDV ന്യൂ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. DMAIC എക്സിസ്റ്റിംഗ് പ്രോസസ്സ്. DMADV എന്ന് പറഞ്ഞാൽ ഡിഫൈൻ, മെഷർ, അനലൈസ്, ഡിസൈൻ, വെരിഫൈ. നെക്സ്റ്റ് വൺ DMAIC ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ. എന്താണ് WCM? WCM നമ്മൾ ലാസ്റ്റ് പഠിച്ചാണ്, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ്. ഓക്കെ, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ് WCM. അപ്പൊ ഇതെല്ലാം തന്നെ എഴുതി വെക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും അതിൽ നിന്ന്. അപ്പൊ നമുക്ക് അടുത്തത് സെഗ്മെന്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ പാടുന്ന റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡിഫൈൻ സ്ട്രാറ്റജി. സ്ട്രാറ്റജി നമുക്കറിയാം, ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആവശ്യമുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് ഓൺ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണെന്ന്? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജി ഏതൊക്കെ ആവശ്യമുള്ള ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ ആവശ്യമുള്ള തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നടപ്പിലാക്കുക. അത്തരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. then SWOT അനാലിസിസ് നിങ്ങൾക്ക് അറിയാം, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇതിന്റെ അനലൈസ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അനലൈസ് കൊണ്ട് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്ട്രെങ്തും ഓപ്പർച്യൂണിറ്റീസും വർദ്ധിപ്പിക്കുകയും വീക്ക്നെസ്സിനെയും ത്രെഡ്സിനെയും അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ഫലപ്രദമായ റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്തുകയോ ചെയ്യുന്നതാണ് SWOT അനാലിസിസ്. അത് നമുക്ക് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കോർ കോമ്പീറ്റൻസ് നിങ്ങൾക്ക് അറിയാം, എന്താണ്? മെയിൻ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്ട്രെങ്ത്, then സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഓഫ് എ കമ്പനി ആണ് കോർ കോമ്പീറ്റൻസി. അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ആൻ എംപ്ലോയി, നോളജ് ആകാം, സ്കിൽ ആകാം. ഇതെല്ലാം തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കോർ കോമ്പീറ്റൻസി ആണ്.
Then next one, what is the objective of strategic group mapping? നമ്മുടെ സ്ഥാപനത്തിന്റെ റാങ്കിങ്, നമ്മുടെ സ്ഥാപനം ഇപ്പൊ ഏത് നിലയിലാണ്, മറ്റ് സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പൊസിഷൻ ഇപ്പൊ എവിടെയാണ്, അത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫീൽഡ് ആയിക്കോട്ടെ, ഏത് സെക്ടറിലാണെങ്കിലും നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. സിക്സ് സിഗ്മ അനാലിസിസ് പറയുമ്പോൾ ഓർമ്മിക്കുക, പ്രോസസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് സിക്സ് സിഗ്മ അനാലിസിസ്. അത് രണ്ട് തരത്തിലുള്ള പ്രോസസ് ഉണ്ട്, ന്യൂ പ്രോഡക്ട്സിനും ദെൻ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന്റെ പ്രോസസ്സിന് വേണ്ടി. DMAIC ആൻഡ് DMADV നിങ്ങൾക്ക് അറിയാം, അത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ. ദെൻ BCG മെട്രിക്സ്, 4 സെൽഡ് മെട്രിക്സ് ആണ് നമ്മൾ പഠിച്ചത്, അതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്, BCG മെട്രിക്സ്. ദെൻ മെക്കിൻസി 7S ഫ്രെയിംവർക്ക്, ഓക്കെ, മെക്കിൻസിയുടെ 7S ഫ്രെയിംവർക്ക് 7S വരുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. Then just in time ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അനാവശ്യ പാഴാക്കലുകൾ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നോക്കി അതിന്റെ കറക്റ്റ് ആൻസർ എഴുതി വെച്ചേക്കുക. ദെൻ പോട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡല്, ഈ മൈക്കിൾ ഇ പോട്ടർ തയ്യാറാക്കിയ 5 ഫോഴ്സസ്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് വരാവുന്ന ശക്തികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. 5 എണ്ണം ഉണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഞാൻ ഓരോരോ ക്ലാസ്സിലും വീഡിയോകളായിട്ട് അയച്ചിട്ടുണ്ട്, തൊട്ട് മുമ്പ് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ദെൻ TQM ആൻഡ് TPM, എന്താണ് TQM, എന്താണ് TPM എന്ന് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻസർ എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് അടുത്ത പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.